സക്കീന എന്നാ പറഞ്ഞാലേ ഇനി പോകാനുള്ളതേ ഞാൻ സുധാകരനോട് ലോഡാക്കാൻ പറഞ്ഞിരിക്കാണ് ഓനെയും കൂട്ടി പോണം. ആയിക്കോട്ടെ ഇതേ ശരിയായി കിട്ടിയാൽ മതിയേനു. അല്ലെങ്കിൽ മുജീബാക്കാണ്ട് ബാബാക്കാണ്ടൊക്കെ പറഞ്ഞു. അപ്പൊ ഇതിനെ പറ്റി എന്തേലും അവസരം മണ്ടി തരണ്ടല്ലേ ഓല്. മുജീബിനെ കണ്ടപ്പോ പറഞ്ഞിരുന്നു, ബാവാനെ കണ്ടിട്ടുമില്ല. എന്തേലും ആവശ്യം പറഞ്ഞോളിന്നൊക്കെ പറഞ്ഞു പോണോ. തന്നെ പിന്നെ ഈ കാക്ക ട്രെയിനൂര് 2-3 ദിവസമായില്ലേ ഈ ചൂട് ഇങ്ങനെ തുടങ്ങിയിട്ട്. ഇപ്പൊ നല്ലോണം പനിച്ചു. ഞാനേ ഇവിടെ ആ ഗുളിക കൊടുത്തേരും, അതുകൊണ്ടൊന്നും മാറണില്ല. അവൾക്ക് ഞാൻ ഓമിയന്നെ കൊടുക്കേണ്ടി വരും, എന്നാലും ഇനി പോൾക്ക് മാറുള്ളൂ. ഞാൻ ഒന്ന് കൊണ്ടുപോയി നന്ന് തന്നെ. ഞാൻ വരുമ്പോത്തിന് നേരം കുറെ ആകുമല്ലോ. എന്നാ കൊണ്ടുപോയി കേട്ടോ. പൈസ ഉണ്ടോ വണ്ടിക്ക്? വേണ്ടാക്കാ, ഇന്ത്യക്ക് ഉണ്ട് പൈസ, ഞാൻ കൊണ്ടുപോയിക്കോളാം. ഉണ്ടോ? ഞാൻ വരട്ടോ. ആയിക്കോട്ടെ. സുധാകര, നമ്മളെ വണ്ടി ലോഡായോ? ആ മൈതാക്കാ ലോഡായിക്കണോ? റഷീദ് പരിപ്പം എടുക്കാണ്ട് ഇറങ്ങാണ്ടേ ആ വണ്ടിയിട്ടാണ് പോയതാണ്. നമുക്ക് പോവാൻ നോക്കല്ലേ? പോവാൻ നോക്കാം. ആ വേഗം ഇങ്ങനെ എന്നാ വാ പോയി വെക്കാം. നമ്മൾ പോവാൻ നോക്കിയാൽ റൂട്ടൊക്കെ ഞങ്ങൾ എത്തില്ലേ? ആ ലിസ്റ്റ് ഇവിടെ ഉണ്ട്. പട്ടാമ്പിയല്ലേ റൊട്ടി പറഞ്ഞിട്ടുണ്ട്. എന്നാ വാ കേറ. ഇപ്പാ തിങ്കളാഴ്ച ഉണ്ട് കേറി ഇരുന്നാലോ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്തെങ്കിലും അഭിപ്രായം? അല്ലത് ഇതേ പണി മുഴുവൻ കഴിഞ്ഞോ പേരന്റെ? അല്ലറ ചില്ലറ പണി കുഞ്ഞും ബാക്കിയുണ്ട്. ആ സ്വിച്ച് ബോർഡും ഒക്കെ കുറച്ചിങ്ങനെ വെക്കാണ്ട്. പിന്നെ അന്ന് ബാങ്കിൽ നിന്ന് എടുത്ത ലോൺ എടുത്ത പൈസ ഇല്ലേ, അപ്പൊ ഇവ കഴിഞ്ഞ്. പിന്നിപ്പോ എല്ലാ പണിയും കഴിഞ്ഞിട്ടൊന്നും കേറിയിരിക്കലും നടക്കൂല. ബാക്കിയുള്ളൊക്കെ നമുക്ക് അങ്ങനെ മെല്ലെ മെല്ലെ തീർക്കേ. ഇതിപ്പോ അങ്ങോട്ട് കയറി ഇരിക്കാൻ നോക്കേ. ആയിക്കോട്ടെ എന്നാ തിങ്കളാഴ്ച കയറി ഇരിക്ക. പിന്നെ നമ്മളിപ്പോ ആരൊക്കെ വിളിച്ചേണ്ടി വരാ, നമ്മളൊന്ന് പറയും. അതിപ്പോ നമ്മക്ക് ഒറ്റ നേരത്തെ പരിപാടി ആക്കുക നന്നാകുക. ഇപ്പത്തെ കാലത്ത് അതാണ് ശരി. പിന്നെ എല്ലാവരും കൂടി ഒന്നും പറയണ്ട. കാര്യപ്പെട്ട ആൾക്കാരോടും ഉസ്താദിനോടും ഒക്കെ പറയണം. കാസിമാജിനോട് ആദ്യം തന്നെ പറഞ്ഞോണ്ടി, ഒന്ന് വിളിച്ചു പറഞ്ഞാലും പാടില്ല, ചെന്ന് പറഞ്ഞാലും പാടില്ല. മൂപ്പരോട് എന്തായാലും ഒന്ന് പറയണം നമുക്ക് കേട്ടോ. അതായിക്കോട്ടെപ്പാ, അങ്ങനെ ചോദിച്ചാ. പിന്നെപ്പാ നമ്മളെ മജീദിനെയും സക്കീനെയും കുട്ടികളൊക്കെ ഒന്ന് വിളിച്ചണ്ടേ നമുക്കതിന്? എത്താനക്ക് ഓലോന്നും പറയൊന്നും വേണ്ട. അതൊക്കെ കണ്ടുകണ ഇപ്പൊ. ഞാനെങ്ങാനും അറിയാതെ സിദ്ദീഖ് ഓലെങ്ങാനും വിളിച്ച ഈ ബീരാൻകുട്ടിയുടെ സ്വഭാവം കാണും. ആ ഭാഗത്തേക്ക് ഞാൻ വരൂല. നിങ്ങൾ നടത്തിക്കൊണ്ട് പിന്നെ അതിന്റെ ഒരു മജീദ് ഉജ്ജും. അല്ല സുലേഖ, സീന് ട്യൂഷൻ കഴിഞ്ഞ് വന്നില്ല? ഓള് കാക്ക ട്യൂഷൻ കഴിഞ്ഞാണ്ടേ ഓളെ ചങ്ങാച്ചിന്റെ പെരേക്ക് പോകും പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടേ വരുള്ളൂ പറഞ്ഞിട്ടുണ്ട്. അല്ല ഞമ്മക്കിപ്പോഴേ കുടിയിരിക്കല് ഇപ്പൊ എന്നോട് ആരോടൊക്കെ പറയണ്ടേ? കുറച്ചാളോടൊക്കെ പറയണ്ടേ. പിന്നെ പാങ്ങളേന്റെ മോളെ കെട്ടിച്ചോടത്തൊന്ന് പറയണം, പിന്നെ അഞ്ചത്തിന്റെ അവിടെയും, പിന്നെ അമ്മമാരോടൊന്ന് പറയണം, ആങ്ങളാരോടും പറയണം. പിന്നെ ഓലൊക്കെ ഇപ്പൊ കല്യാണം കഴിഞ്ഞ പുതിയണ്ണുങ്ങളല്ലേ, ഓലൊക്കെ തക്കാനും കൂട്ടിയിട്ടില്ലല്ലോ നമ്മള്. ഓലൊക്കെ ഒന്ന് വിളിക്ക. എന്തിനാ സുലേഖ എല്ലാരും പാടെ പറയുന്നത്? അമ്മമാരോടൊന്നും പറയണ്ട കേട്ടോ. നമ്മൾ ചെറിയ പരിപാടിയെല്ലാം എടുത്തിട്ട് പിന്നെ നമ്മൾ വിളിച്ചു പറയാ കേട്ടോ. പോന്നും വേണ്ട പോരെ. വിളിച്ചറിയേ എത്ര കക്കങ്ങള് പറയണത്? ആ വിളിച്ചറിഞ്ഞാലൊന്നും പറ്റൂല. എന്റെ ആങ്ങളേനെ കെട്ടിച്ച മോളെ അവിടെ നമ്മള് പുതിയ ബന്ധുക്കാരല്ലേ. അത് ഇങ്ങനെ വിളിച്ചറിയാൻ പറ്റുമോ? നമ്മള് പറയണ മാതിരി ഒന്നല്ല, വിളിച്ചറിയാൻ പറ്റൂല. നമുക്ക് രണ്ടാക്കും പോയി പറയണം. പിന്നെ കാക്ക എന്റെ പേരേന്റെ അടുത്തുള്ള ആ ഉമ്മാത്തല്ലേ, ഓലോടും കുട്ടികളോടും കൂടി ഒന്നിട്ട് വരാൻ പറയേ. ആയിക്കോട്ടെ ഇജ്ജ് പറഞ്ഞാല് ചേച്ചേട്ടോ. പിന്നെ ഫ്രീ ആവുമ്പോ നമുക്ക് കണ്ടുപിടിയാണ് പോകാം കേട്ടോ. നേരിട്ട് പറയാം. പിന്നെ ആ പോക്കില്ല നമ്മക്കേ ടീച്ചർമാരത്തും മാഷന്മാരത്തും കയറിയിട്ട് അതുകൊണ്ട് കഴിക്കാം. പഞ്ചമ്പം തിന്നാൻ പറ്റില്ല. അതുമല്ല എന്റെ ആകെ ഒരു 100 റുപ്യ ഉള്ളൂ. അമ്മ പോയപ്പോ ആ ഓപ്ഷത്തിൽ പോകും. അതുകൊണ്ടപ്പോ ഞാൻ ആ ഓമിയനെ കാട്ടി തന്നെ. ഇപ്പൊ ഇന്ത്യക്ക് പൈസ ഇപ്പൊ നമുക്ക് ആ ഓട്ടർഷക്കൊണ്ട് പോയാൽ പോരേന്. അതിനിപ്പോ ഈ പഞ്ചനോട്ട് ഞാനാ നടത്തും മുണ്ടാ നടന്ന ഇപ്പൊ ഇങ്ങനെ ഈ കെള്ളിക്കത്തെ കത്തോടും പറയും. റീനുവായിട്ട് വരുന്നത്? ആ കാക്ക ഓക്ക് 2-3 ദിവസമായി ഇങ്ങനെ പനി തുടങ്ങിയിട്ട്. ഇതുവരെ ഞാൻ കൊണ്ടുപോകാൻ കൂടിയിട്ടില്ലേനു. കാക്കാക്ക് ഇങ്ങനെ ഓരോരോ പണിന്റെ ഇതായിട്ടേ
അപ്പൊ ഞാൻ ഇവിടുത്തെ ഓമേന്റെ അടുത്തേക്ക് ഒന്ന് കൊണ്ടുപോരാണ്. എന്തായി പെരപ്പണിയൊക്കെ താത്ത? സക്കീന പെരപ്പണിയൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എത്രയിനോ നല്ല പനിച്ചുണ്ടല്ലോ ഈ കുട്ടിക്ക്. ഇവിടെ എത്ര ജോളായിട്ട് നടന്നുകൊണ്ടാണല്ലോ പോണത്. പനിച്ച് നല്ലോണം ഉണ്ട് താത്ത. മരുന്ന് ഇട്ടിക്കണു. ഏതായാലും ഇനി പരിയെ കൊണ്ടുപോയിക്കാണ്ട് കൊടുക്കട്ടെ, അത് മാറിക്കോളും. കുടിരിക്കലൊക്കെ ആയാത്ത? കുടിരിക്കല് മിക്കവാറും ഈ ആഴ്ചയിൽ നടത്തണം പറയുന്നുണ്ട്. നിങ്ങളോട് ഇപ്പൊ പറയാച്ചാല് ഇപ്പൊ വാപ്പാക്ക് അത് പറ്റൂല. നിങ്ങൾ ഇനിയിപ്പോ കുടിക്കല് കഴിഞ്ഞാലും നിങ്ങൾക്ക് എപ്പോഴും വരാലോ. എപ്പോഴേലും വരുണ്ടോ ടെറീനോ? കുടിക്കല് കഴിഞ്ഞാലും വരാലോ കേട്ടോ. അല്ല സക്കീന, മജീദ് ഇപ്പൊ എന്തൊരു കച്ചവടം ഏർപ്പാടാ തുടങ്ങിയെന്ന് കേട്ടു. കാക്കാന്റെ മുതലാളിമാരെ കെയർ ഓഫിലേ ഇപ്പൊ എന്തോ ഒരു കച്ചവടമൊക്കെ തുടങ്ങിയിരിക്കണു കാക്ക. അതിന് പോവുകയാണ്. കച്ചവടമൊക്കെ ഇപ്പത്തെ കാലത്ത് എത്തിനാണ് പൈസ ഒക്കെ വെറുതെ പോകാന്. ഓന് എടുക്കണ പണിയെടുത്താണ്ട് ആ കൂലി വാങ്ങിട്ട് പോന്നാ പോലെ സക്കീന. എന്നാ കാക്ക താത്ത ഞങ്ങള് പോവാട്ടോ. മൂത്താപ്പ മൂത്താമ്മ നിങ്ങൾ ഒരു ദിവസം ഞങ്ങളെ പെരേക്ക് വരുമോ? നിങ്ങളൊക്കെ കാണാനും പിന്നെ സീനിനെ കാണാനൊക്കെ കൊതിയാവുന്നുണ്ട്. ഒഴിവില്ല, ഒഴിവിനനുസരിച്ചൊക്കെ വരണ്ട കേട്ടോ. എന്നായിക്കോട്ടെ, ഞങ്ങള് പോട്ടെ. കാക്ക ഉച്ചക്കും ഇങ്ങനത്തെ വേണ്ടിയേ? വാവാക്കോടെ ഇല്ലാത്തോണ്ടേ സാധനമൊക്കെ കൊണ്ടുവരാനിപ്പോ കുട്ടികളെ വിടാനാണ്. എന്താ വേണ്ടിയ എനിക്ക്? ഉച്ചക്ക് മട്ടൺ എന്തെങ്കിലും ആക്കും, വൈകുന്നേരം ബീഫ് എന്തെങ്കിലും ആക്കാം. അത് പോരാ അളിയെന്നാ? കാക്ക വാവാക്ക 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്നാ പറഞ്ഞത്. ഞാൻ ഇപ്പൊ കാക്കാനെ വിളിച്ചെടുത്തണായിരുന്നു, ഇങ്ങനെ നിക്കുന്നു ഞാനും വരാൻ നിൽക്കന്നെയായിരുന്നു. അതിന്റെ ഇടയിൽ ബോംബെന്ന് ഒരു വിളി വന്ന് അങ്ങോട്ട് പോണ്ടി വന്നു. ഇവിടെ എന്താ പീഡിയ റൂമിന്റെ കാര്യങ്ങളൊക്കെ എന്തോ ഒരു വർത്താനം കേട്ടല്ലോ. എന്നാറിന്റെ കാക്ക അതിന്റെ വർത്താനൊന്നും പറയണ്ട. നമ്മളെ കേസ് കിടക്കണ പീഡിയ റൂം ഉണ്ടല്ലോ, അതാ വീരാൻകുട്ടിയൊക്കെ വന്നുകാണ്ട് കൊത്തി പൊളിച്ചുകാണ്ട് എന്തൊക്കെ കാട്ടി വെച്ചുക്കണു. അതാണ് ഇവിടുത്തെ ഈ മനുഷ്യനോട് പറഞ്ഞിട്ട് വാവാക്ക് ഒരു അക്ഷരം മുണ്ടണ്ടേ. മൂപ്പര മകന് മൂപ്പര ചങ്ങായിയാണ് പറഞ്ഞുകാണ്ട് ഒന്നും മുണ്ടണില്ല. എന്താ ഇതിനൊക്കെ ഒരു വജ്ജ്? കൊറേയൊക്കെ ഞാനും കേട്ടിക്കണു വൈമോന. പോണേന്റെ മുമ്പ് നമുക്ക് അയാളെ ഒന്ന് കാണണോ? അരെ സാല കുത്ത വീരാൻകുട്ടി. ആയിക്കോട്ടെ സാറേ, നമുക്കൊന്ന് പോകാം. പൈസയും ഉണ്ട്, ചോറിന്നിട്ട് പോയാ പോരെ? കുഞ്ഞൽബിയെ കേസും കുൽമാലും പറഞ്ഞാണ്ടേ തോട് ഒക്കാക്കാൻ പറ്റൂല. വേണ്ട, നമുക്ക് പണിയെടുപ്പിച്ചേ. അത് ശരിക്കും നോക്കി നടക്കണം. നിങ്ങൾ അത് ശരിക്കും നോക്കി അടിക്കാൻ എന്നെ കൊണ്ടാവില്ല ഏറ്റാൻ. ബുക്കൊന്നുമില്ല. ബംഗാളികളോട് ഞാൻ പണിക്ക് വരണ്ട അറിഞ്ഞോണ്ട് എനിക്ക് എടുക്കാൻ മാത്രമുള്ള ചിത്ര ബംഗാളികളോട് പറഞ്ഞ് എടുത്താ പോലെ. അപ്പൊ ഞാൻ ബംഗാളികളെ പണിയുമ്പോൾ ഞാൻ എടുക്കുക. പിന്നെ ഓർക്ക് കൊടുക്കണോ കായല്ലേ, എനിക്ക് വരണോ കായല്ലേ? ഞാൻ നിങ്ങളെ കാര്യസ്ഥനല്ലേ? നിങ്ങൾ ഒരു ജാതി വർത്താനം പറയുന്നുണ്ട്. ഈ ബോംബെക്ക് വാ, അവിടെ എന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അറിയാം. വെറുതെ ഇവിടെ പോയി നാട്ടില് ഇതാക്കിയിട്ട് കാര്യം. അതാകണം സാധാ ബീരാൻകുട്ടിയാകാം. ബീരാൻകുട്ടിയാക്ക ആരാ? ബീരാൻകുട്ടിയൊക്കെ ഈ തെജ്ജാല്? ഏതാടാ ചേച്ചി എടുത്തേരണ ആരാകളൊക്കെ? ഞാനാരാന്നറിയണം കണക്ക്? ഞാനാണ് മസ്താൻ കരീം. ഈ ഇവിടുത്തെ വലിയ ചട്ടമ്പി എന്നൊക്കെ കേട്ടല്ലോ. ഞാൻ ഇവിടുത്തെ ചട്ടമ്പിന്നെ എന്തേ ഇതെന്താ എന്റെ വളപ്പിൽ കയറിയിട്ട്? എന്റെ അളിയൻ ബാവാന്റെ പീഡിയ റൂമിലെങ്ങാനും ഇത് കേറിയിട്ടുണ്ടെങ്കില് എന്റെ കൈജും കാലം ഞാൻ കൊത്തി തുറക്കും. അനക്ക് മസ്താൻ കരീമിനെ അറിയില്ല. ചലക്കെങ്ങാണ്ട് പോയിക്കാണ് എന്റെ വളപ്പിന്ന് ഒരു മസ്താൻ കരീം ഒന്ന് പിടിച്ച് മാറ്റി കുതിരാളൻ. എത്ര ഓരോ തന്നെ കുഞ്ഞൽവേ 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 എന്റെ ചങ്ക പിടിച്ച് വെക്കോളാം. എത്ര കാണികള് പ്രായമുള്ള മനുഷ്യരല്ലേ? എന്താ ഞാൻ ബോധം കെട്ടില്ലേ? ഞാനൊരു വണ്ടി വിളിച്ചു വരാം. നിങ്ങൾ ഇയാളെ പിടിച്ചു കേട്ടോ. മൈതാക്കി ഇപ്പൊ എവിടെയാണെന്ന് അറിയില്ല. എവിടെ സീസാറെ ഒന്ന് കാണാൻ പോലും കിട്ടണില്ലല്ലോ. നമ്മളെ നാട്ടുകാരനെ പറയുമ്പോ നിങ്ങളിപ്പോ ഇങ്ങോട്ട് ഇറങ്ങലോ പിടിച്ചലോ ഒന്നും ഇല്ലേ? എന്താ മുജീബേ, നമ്മക്കൊക്കെ ഇവിടെ തിരക്കാണ്. നിങ്ങൾ പറയുന്ന പോലല്ല. ഞങ്ങളെ ജോലി ഓണായാലും ശരി, ഇനി വിഷു ആയാലും ശരി, ഇനി എന്ത് പെരുന്നാൾ വന്നാലും ഞങ്ങളുടെ കാര്യം അറിയില്ല. ഞങ്ങൾ തിരക്കന്നെ, ഞങ്ങൾക്ക് എപ്പോഴും തിരക്കാം. അത് നിങ്ങൾക്ക് അതിനെ പറ്റി പറഞ്ഞാൽ മനസ്സിലാവാത്തതുകൊണ്ടാണ്. തിരക്കൊണ്ട് തന്നെയാണ്. അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ എന്താ കാണാത്ത അങ്ങനെയൊന്നും അല്ല. തിരക്കന്നെ അല്ല.
പിന്നെ ഇപ്പൊ ആ സുനിലും ടീമില്ലേ ഓല പഴയ കളി തന്നെ എപ്പോഴും ഒരു ഇതുമില്ല. അതിന്റെ ഇടയിൽ ഇപ്പൊ ആ മജീദിന്റെ പെങ്ങളെ കല്യാണം വന്നേ, അതിലാ ചക്കന്മാരൊപ്പം കൂടിക്കഴിഞ്ഞ അടങ്കോലിട്ട് കണ്ട് എന്തൊക്കെ വർത്താനും കാര്യങ്ങളൊക്കെ ആക്കി. എന്തായാലും ശരി, ഓല കാര്യത്തിൽ നിങ്ങളിപ്പോഴും ഒരു ഇതിക്ക് എത്തിയിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുങ്ങളല്ലേ, ഇപ്പൊ നടക്കൂലത്. അത് മുജീബേ, നിങ്ങൾ നാട്ടുകാർ ഈ കാര്യം അത്ര ഗൗരവമായിട്ട് എടുക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. അന്നറിയാലോ മജീദിന്റെ കാര്യത്തിൽ തന്നെ ഞാൻ ചെറിയ പെറ്റീഷൻ കൊടുത്താലേ നമുക്ക് വേണ്ട ചെയ്യാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് മജീദ് അത്ര കാര്യമാക്കിയിട്ട് അത് എടുത്തില്ല, അത് വിട്ടു. പക്ഷെ ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇവരുടെ കാര്യത്തിൽ അന്ന് ഇവര് ഒരു പ്രശ്നത്തിൽ കുടുങ്ങി അവർ ഊരി പോകുന്ന പോലെയല്ല. ഇനി ഞാൻ ആയിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്താൽ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇനി അവർ ലോക്കായി കഴിഞ്ഞാൽ അവർ പുറലോകം കാണാൻ കുറച്ച് ബുദ്ധിമുട്ടും. അവർ പുറലോകം കാണാത്ത രീതിയിൽ ലോക്കാക്കാനുള്ള ഒരു പരിപാടി ഞങ്ങൾ ഇപ്പൊ തന്നെ ഉടനെ തീരുമാനിച്ചു. ഹലോ, പഞ്ചാവാ തന്നെ? അത് ശരി, ആയിക്കോട്ടെ. ആ ആയിക്കോട്ടെ, ഓക്കെ എന്നാ. എന്താ മുജീബേ, എന്താ ഒരു സീരിയസ് കോളാണല്ലോ വന്ന്? എന്താ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? അസീസാക്ക, ചെറിയ പ്രശ്നം ഇപ്പൊ അതിന്റെ അടിയിൽ വേറെ ഉണ്ട്. നമ്മളെ ബാവയെ വിളിച്ചിന്, ബാവ ഇവിടെ ഇല്ലല്ലോ. ഓനൊരു അളിയന്മാരുണ്ട് ബോംബെയിലുള്ള. ഓന് നമ്മളെ മജീദിന്റെ കപ്പല്ലേ വീരാംടാക്ക, അയാളെടുത്ത് പോയിക്കാണ് എന്തൊക്കെ അയാൾ അടിച്ച് എന്തൊക്കെ ചെയ്തേക്കണു. ബാവ ഇപ്പൊ വിളിച്ചിന്റെ എന്തൊക്കെയാ കുലുമാല അയക്കണു. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ ബാവാന്റെ പേരിലേറ്റൊന്ന് പോയി നോക്കാം. ബുദ്ധിമുട്ടുണ്ടോ? അതിനിപ്പോ എന്താ, എന്നാ പേര്. എന്താ കുഞ്ഞാലിപ്പുണ്ടായേ? എന്താ ഇപ്പൊ പറ്റിയ? പൊന്നാര മാസ്റ്റേ, നിങ്ങക്ക് കേക്കണോ? ഒരു 5-8 അടി നീളുണ്ടാവും രണ്ട് തെജ്ജാലാള് പോലെ വന്നിട്ട് അതിന്റെ നാവിക്ക് ഒരു ചവിട്ട്. ഞാനാണ് ബോധം കെട്ടുപോയി, മൂത്രം പോണില്ല. പിന്നെ ഇപ്പാന്റെ കാര്യം, ഇപ്പാനെ കുട്ടി തോർത്തണ്ട് പിജനമാര് പിഴിഞ്ഞ പാടത്തിട്ട് ചവിട്ടിന ചങ്ങായിമാര് അല്ലാത്ത ജാതി തെജ്ജാലാണ് കേട്ടോ. എന്തെങ്കിലും ഞാൻ നല്ല എടാ, അത് ആ ബാബന്റെ പണിയാണ്. ബാബ ആളെ വിട്ടിക്കാണ്, ബോംബെ ആളെ വരുത്തി തച്ചിക്കാണ്. തല്ലണോനെ, തിരിച്ചു തല്ലണം. മോനെ ഇന്നെ തല്ലണോനെ, മോനെ തിരിച്ചു തല്ലണം. അതൊന്നും വേണ്ടപ്പാ, നമുക്ക് പരാതി കൊടുക്കാം. എന്തറിയോ, നമ്മളെ സ്റ്റാൻഡേർഡിനെ ചേരൂലപ്പാ കേട്ടോ. മോനെ തല്ലണോ, തല്ലന്നെ വേണം. അത് എന്ത് വന്നാലും വേണ്ടില്ല, എത്ര ചെലവായാലും വേണ്ടില്ല, തല്ലണോനെ. ഒന്നും വേണ്ടപ്പാ. പിന്നെപ്പാ എനിക്ക് ലേസ് അർജന്റ് കുടികളൊക്കെ ആയതല്ലപ്പാ കേട്ടോ. ഞാൻ മനെ സുഖക്കാരനെ പറഞ്ഞേക്കാം. കുഞ്ഞൽബിയെ ഇവിടെ കേട്ടോ, ഞാൻ പോയിട്ട് വരാം. തല്ലണം, മോനെ തല്ലണേ. ഇന്നൊക്കെ വെച്ച പോലെ തല്ലാനൊന്നും എന്തെപ്പണ്ടായി? എത്തുണ്ടാവണു. അപ്പൊ അവന്റെ അളിയന്മാര് എന്നെ വന്നാണ് തച്ചു. അതെങ്ങനെ? ആണും പെണ്ണും കേട്ട 2 ആമക്കളല്ലേ എനിക്കുള്ളത്. ഇന്ന് ആർക്കും ഒന്ന് തല്ലാലോ. അവിടെ എനിക്കറിയില്ല. അന്റെ ഒന്നും മതിയല്ല, 2 പടപ്പുകളുണ്ട്, ഒരു തെജ്ജാലുകള് 8 അടി 9 അടി നീളം. ആയിക്കോട്ടെ, വാ, ഒരാൾ കടി കൊണ്ടുവച്ച് നടക്കു തരാം. ഞാൻ ഇവിടെ പോകാൻ പോലോ. അല്ല ഉസ്താദെ, നമ്മളിവിടെ തടിയെടുക്കലാ നല്ലേ? ഇവിടെ എന്നാ ശരിയാവോ? എന്ത് ബോംബെയിലൊക്കെ അല്ലേ പരിപാടി? ഈ എന്റെ കൂടെ ഇല്ലാത്തോണ്ട് എനക്കൊന്നും മനസ്സിലാവാത്തത്. അത് ശരി. എന്തേ കാക്ക, എന്തേണ്ടായി? ഒന്നും പറയണ്ട, ആ വീരാൻകുട്ടിക്ക് അങ്ങോട്ട് കൊടുത്തു. ഇപ്പോഴാണ് കയ്യിനും കാലിനൊക്കെ ഒരു അനക്കം വന്നത്. എന്തൊക്കെയാണ് ആവുണ്ടാകുക? എത്ര മൈമന അവിടെ ഉണ്ടായി. ബാവ വിളിച്ചിട്ട് വരികയാണ് ഞാന്. ആ വീരാംടാക്കാനെ എന്തൊക്കെ അടിച്ചേ കുത്തി എന്തൊക്കെയാ ചെയ്തപ്പോ അയാൾ ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞു. അത് കോടതി കിടക്കേണ്ട ഒരു കേസല്ലേ? അത് ബൈക്കാണ്ട് എന്തിനാ മൂപ്പര് ബൈക്കാണ്ട് ഇടപെട്ടൊക്കെ ഉണ്ട്. തല്ലുണ്ടാക്കിയൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല മുജിബാക്ക. കാക്ക വന്നപ്പോ ഞാൻ അങ്ങനെ പീഡിയന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. തല്ലുണ്ടാക്കിയതൊന്നും എനിക്കറിയില്ല. ഈ കാര്യങ്ങൾ ഇതേപോലെ തീർക്കാനാണെങ്കിൽ ഇവിടെ മുജീബും ഭാവിയൊക്കെ വിചാരിച്ചാലും നടക്കും. പിന്നെ ഒരു കാര്യം പറയാം, ഇപ്പൊ നിങ്ങൾ ചെയ്ത പരിപാടി ഉണ്ടല്ലോ, ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാണ്.
ബോംബെയിൽ ദാതയാണ് തേങ്ങയാണ് മാങ്ങയാണെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് ഈ വിളവിൽ എടുത്താണ്ടല്ലോ ചവിട്ടിക്കൂട്ടി മുട്ടുംകാലും എല്ലാം ഒടിച്ചിട്ട് ഞാൻ ഉള്ളിൽ കൊണ്ടുവരും. പിന്നെ പുറത്തിറങ്ങൂല. മനസ്സിലായോ? ഈ ആളാരാ നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടുത്തെ SI ആണ്. പിന്നെ മൈമൂന എന്റെ ആങ്ങളിനോടേ ഇവിടെ വേഗം സ്ഥലം കാലിയാക്കാൻ പറഞ്ഞാളെ. ഇത് വീരാണ്ടാക്കാനോ മജീദോ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഇതാവൂല ഇനി കളി. മനസ്സിലായോ? പോരി കാക്ക. ഇവിടെ ഇവിടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞേക്കണു. ഇവിടെ വരി 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 ഇവിടെ വരി 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 ഇവിടെ വരി കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞേക്കണു. മജീദാക്ക ബാവാക്ക ഇവിടെ സ്ഥലത്തില്ല, നിങ്ങളൊന്ന് ക്ഷമിക്ക്. കാക്കാക്ക് അറിയാതെ പറ്റിയതാണ്. ബാവയുടെ സ്ഥലത്തില്ലേ മൈമൂന? എന്റെ ബാപ്പേ ചെയ്യേണ്ടൊക്കെ നേരും നേരിയാന്നുള്ള അഭിപ്രായം നിൽക്കില്ല. പക്ഷെ എന്റെ ബാപ്പാനെ കൈ വെച്ചാണ്ടല്ലോ എന്റെ ആങ്ങളുടെ ചോട് പറഞ്ഞേക്കണേ. അല്ലെങ്കിൽ എന്റെ കജ്ജും കാലും തച്ച് ഞാൻ മുറിച്ചു. മനസ്സിലായി കജ്? മജീദേ കാര്യങ്ങളൊക്കെ പരിപാടി ഞാനും അസീസ് സാറും കൂടി പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തേക്കണു. സംഭവം ബാവയുടെ ഇല്ലല്ലോ. ബാവ എന്നിട്ടേ നമുക്ക് സംസാരിക്കാം. അല്ല അപ്പൊ ഇവര് ഈ പെണ്ണുങ്ങളോട് നമ്മളിപ്പോ സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. അതല്ലേ അല്ലെങ്കിൽ ഇവര് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ മുജീബേ? അത് അയാൾക്ക് അത് അറിയില്ലേ. ജിവാ നമുക്ക് സംസാരിക്കാം. ബാവ വന്നിട്ട് നമുക്ക് സംസാരിക്കാൻ പോരെ.